ഇതയം മുരളി അങ്ങനെ കണ്ടിരിക്കുകയാണ്. ആൻഡ് സിനിമ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ അരേ വാ 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 ഗംഭീര മൂവി. പക്ഷെ എനിക്ക് ആകെ ഈ പടത്തിൽ പറയാനുള്ള ഒരൊറ്റ നെഗറ്റീവ് ഉള്ളൂ. അത് ഈ പടത്തിൻ്റെ ടൈറ്റിലാണ്. ഇതയം മുരളി എന്നായിരുന്നില്ല ഈ സിനിമയ്ക്ക് പേര് വെക്കേണ്ടത്, ഞരമ്പ് രവി എന്നായിരുന്നു ഈ സിനിമയ്ക്ക് പേര് വെക്കേണ്ടതെന്ന് മാത്രമാണ് എനിക്ക് ഈ പടത്തിലുള്ള ആകെ ഉള്ളൊരു നെഗറ്റീവ്. ഞാൻ ആദ്യം തന്നെ പറയാം, ഈ വീഡിയോയിൽ ഞാൻ കുറേ അധികം സ്പോയിലേഴ്സ് പറയുന്നതായിരിക്കും. ബിക്കോസ് സ്പോയിലർ പറയാണ്ട് ഈ മാസ്റ്റർ പീസിനെ പറ്റി എനിക്ക് സംസാരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അത് ആലോചിച്ച് നിങ്ങൾ ഈ വീഡിയോ കാണുക. നിങ്ങൾ ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ സിനിമ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. ബട്ട് ബാക്കിയുള്ളവർ ഗെറ്റ് റെഡി, ബിക്കോസ് ഞാൻ അങ്ങോട്ട് തുടങ്ങാൻ പോവുകയാണ്. നമുക്ക് എന്തായാലും ആദ്യം തന്നെ സിനിമയുടെ കഥ പറഞ്ഞു തുടങ്ങാം ഗൈസ്. പടം തുടങ്ങുന്നത് തന്നെ നമ്മുടെ രവിക്കുട്ടൻ ചായ് വാല ഞരമ്പ് രവി എന്നാണ് ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്നത്. ബിക്കോസ് ആ മച്ചാന് ചായ ഉണ്ടാക്കുക എന്നല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഒരു കഴിവുമില്ല. അപ്പോൾ ആ മച്ചാൻ്റെ ചെറുപ്പകാലത്ത് നിന്നാണ് ഈ സിനിമ തുടങ്ങുന്നത്. ചെറുപ്പകാലത്തിൽ ആ മച്ചാന് എല്ലാവരിനെ പോലെ തന്നെ അവൻ്റെ ആദ്യത്തെ പ്രണയം ഉണ്ടാവുകയാണ്. അത് വേറെ ആരുടെ പോലെ അവൻ്റെ ഇംഗ്ലീഷ് ടീച്ചറിൻ്റെ ഒപ്പമാണ്. അതിനുശേഷം ഒരു ദിവസം അവൻ്റെ ഇംഗ്ലീഷ് ടീച്ചർ അവനെ ഉമ്മ വയ്ക്കുമ്പോൾ ഇവൻ അങ്ങോട്ട് മൊത്തത്തിൽ പോവുകയാണ്. അവൻ അങ്ങോട്ട് ടെൻഷൻ ആവുകയാണ് ഗൈസ്. ബിക്കോസ് അവൻ്റെ ഇംഗ്ലീഷ് ടീച്ചർ അവനെ ഉമ്മ വെച്ചു. അപ്പം ഇംഗ്ലീഷ് ടീച്ചർ പ്രഗ്നൻ്റ് ആവും. അങ്ങനെ ടെൻഷൻ അടിച്ചിരുന്ന അവൻ ഒരു ദിവസം ആ ഒരു ഇൻസിഡൻറ്റ് കാണുകയാണ് ഗൈസ്. അവൻ്റെ ഇംഗ്ലീഷ് ടീച്ചർ പ്രഗ്നൻ്റ് ആയി. അവൻ്റെ ഭാര്യ അങ്ങോട്ട് പകച്ചുപോയി. പിന്നെ അവന് മനസ്സിലായി, ഞാൻ ഇവിടെ ഒരു ഹസ്ബൻഡാണ്, ഞാൻ എൻ്റെ ഭാര്യനെയും മകളിനെയും ടേക്ക് കെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവന് ടേക്ക് കെയർ ചെയ്യാൻ തുടങ്ങിയാണ്. അങ്ങനെ പോകുമ്പോൾ ഒരു ദിവസം ടീച്ചർ ലേബറിലാവണം. ഇവൻ പിന്നെ ടീച്ചറിൻ്റെ പിന്നാലെ ആയതുകൊണ്ട് ഇവൻ കാണുകയും അവിടെ ഭർത്താവ് പോലും ഇല്ലാത്ത ആ തുക്കടാച്ചി വീട്ടിൽ ഈ ഭാര്യനെ പൊക്കിക്കൊണ്ടുപോയിട്ട് അവൻ ഹോസ്പിറ്റലിലേക്ക് പോകണം. പിന്നെ അവൻ്റെ കയ്യിൽ ഫോം കൊടുക്കുമ്പോൾ ഹസ്ബൻഡിൻ്റെ അവിടെ അവൻ്റെ പേര് എഴുതി വയ്ക്കുകയാണ്, രവിക്കുട്ടൻ എന്ന് പേര് എഴുതി വെച്ചിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. ആൻഡ് ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഞാൻ സത്യസന്ധമായി പറയല്ലോ, വാസ് ആക്ച്വലി കൈൻഡ് ഓഫ് ഫൺ. അഥവാ കുട്ടികളൊക്കെ നല്ല ക്യൂട്ടായിരുന്നു. ആൻഡ് സാധനങ്ങളൊക്കെ നല്ല രസമായിട്ട് തന്നെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇനി അങ്ങോട്ടേക്കാണ് പടം അതിഗംഭീരമാവുന്നത് ഗൈസ്. ഇതിലും മികച്ച സിനിമയാവണത്. ഇനി അങ്ങോട്ടേക്ക് നമ്മൾ സ്കൂൾ കാലത്തിലേക്ക് പോവുകയാണ് ഗൈസ്. അതുപോലെ മറ്റേ ടീച്ചറിനെ ഉണ്ടല്ലോ, പിന്നെ അവൻ കണ്ടതേ ഇല്ല കേട്ടോ. പിന്നെ സ്കൂൾ കാലത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ മറ്റേ വിത്ത് ലവ് സിനിമയിൽ അഭിഷന് മറ്റേ ക്ലീൻ ഷേവ് ചെയ്തപ്പോൾ മറ്റേ സ്കൂളിലേക്ക് ഇട്ടപ്പോൾ വർക്കായില്ലേ, ഇവിടെ അതേപോലെ അവർ ചെയ്തിട്ടുണ്ട്. അഥർവനെ പിടിച്ച് ക്ലീൻ ഷേവ് ചെയ്തപ്പോൾ സത്യം പറയാലോ, വല്ല കോളേജും കഴിഞ്ഞ് പണിക്ക് പോകേണ്ട ചെക്കനെ പിടിച്ചിട്ട് ഹയർ സെക്കൻഡറി ക്ലാസ് ഇട്ട് പോയിട്ടുണ്ട്. നല്ല ഗംഭീരമായിട്ട് അവർ ചെയ്തു, നല്ല കൺവിൻസിങ് ആയിരുന്നു. പക്ഷേ ഇവിടെ വരുമ്പോൾ ഇവന് പിന്നെയും ഒരു പ്രണയം വരികയാണ്. ഇവൻ്റെ ട്യൂഷൻ ക്ലാസ്സിലും അതുപോലെ ഇവൻ പോകുന്ന ടെന്നീസ് ക്ലാസ്സിലും ഉള്ള ഒരു പെണ്ണിനോട്. ഇവൻ ട്യൂഷൻ ക്ലാസ്സിലും ടെന്നീസ് ക്ലാസ്സിലും പോകുന്നത് ഈ പെൺ കാരണമാണെന്നുള്ള കാര്യം ഞാൻ പിന്നെ എടുത്തു പറയണം. പക്ഷേ ഒരു ദിവസം ഇങ്ങനെ പിന്നാലെ നടന്ന് ട്യൂഷൻ ക്ലാസ്സിലത്തെ പെണ്ണ് വന്നിട്ട് ഇവൻ്റെ അടുത്ത് ഒരു ഇൻവിറ്റേഷൻ കൊടുക്കുകയാണ്. എങ്ങോട്ടേക്ക്? വീട്ടിലേക്ക് മനസ്സിലായില്ലേ? ആ കാര്യമൊന്നും അല്ല കേട്ടോ, വെറുതെ ചെക്കന്മാരൊക്കെ ഫുൾ ഇതാണല്ലേ. എന്താണെങ്കിലും അവനെ ഇൻവൈറ്റ് ചെയ്യണം അവളുടെ ബർത്ത്ഡേ പാർട്ടിക്ക്. അവളുടെ വീട്ടിലേക്ക് ബർത്ത്ഡേ പാർട്ടിക്ക് പോവുകയാണ്. അവിടെ എത്തുമ്പോഴാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ട്വിസ്റ്റ് ഗൈസ്. ട്വിസ്റ്റ്. ഇവൻ സ്നേഹിച്ചത് ഒരു പെണ്ണിനായിരുന്നുള്ള 2 പെണ്ണിനായിരുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിച്ചിരിക്കുക, അയ്യേ ശ്രീലമ്പടൻ. അല്ലല്ല ഗൈസ്, അതൊന്നും അല്ല. ഇവൻ അറിയാണ്ടാണ് 2 പെണ്ണുങ്ങളെ സ്നേഹിച്ചത്. അതെങ്ങനെയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ സിമ്പിൾ, ട്വിൻസ്, ഐഡൻറ്റിക്കൽ ട്വിൻസ് ആണ് ഗൈസ്. അതൊരു 1.5 ട്വിസ്റ്റായിരുന്നു. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി ഗൈസ്. ഞെട്ടിപ്പോയെന്ന് മാത്രമല്ല, അത് തന്നെ ചെറുതായി കുറച്ച് പേഴ്സണലി ഇവരെ ഹിറ്റ് ചെയ്തു. ദൈവം കാത്തു ഞാൻ ഈ സിനിമ ഒറ്റയ്ക്കാണ് പോയത്. എൻ്റെ ഫ്രണ്ട്സ് കൂടി എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. ഞാൻ ഊക്ക് കേട്ട് ചത്തേനെ. ആദ്യ സീൻ കേട്ടപ്പോൾ ഞാൻ കുറച്ച് ചിരിച്ചു, പിന്നെ ചിരിക്കണോ കരയണോ എന്നൊക്കെ ആഗ്രഹിച്ചു. എന്താണെങ്കിലും ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക്, എൻ്റെ ഫ്രണ്ട്സിന് ചിലപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലുണ്ടാവും. ആൻഡ് അവർ 2 പേര് ഈ വീഡിയോ കാണുമെങ്കിൽ ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം, ഹോപ്പ്ഫുള്ളി എല്ലാം മോശമായിട്ട് തന്നെയാണ് പോകുന്നതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഐ എം ഓബിയസ്ലി ജോക്കിങ്. എന്താണെങ്കിലും നമുക്ക് എൻ്റെ പേഴ്സണൽ ലൈഫിനെ പറ്റിയുള്ള ഞാൻ ഇവിടെ സംസാരിക്കും. നമുക്ക് നമ്മുടെ സിനിമയുടെ കാര്യത്തിലേക്ക് വരാം. സിനിമയുടെ കാര്യത്തിലേക്ക് പിന്നെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഇവനിത് കാണുന്നതോടെ ഇവൻ ഫുൾ ഡിപ്രഷൻ ആവുകയാണ് ഗൈസ്. ഫുൾ ഡിപ്രഷൻ. പിന്നെ അങ്ങോട്ടേക്ക് അവൻ അടുത്ത പെണ്ണിൻ്റെ പിന്നാലേക്ക് പോകണം. ഓബ്വിയസ്ലി അതാണല്ലോ സിനിമ, ഞരമ്പ് രവി. പിന്നെ അടുത്ത പെണ്ണിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അടുത്ത പെണ്ണ് ഒരു പാവമാണ്. അവൾ ഭയങ്കര ഷൈയാണ്. അവൾക്ക് ഇങ്ങനെ പ്രണയം ഇങ്ങനെ പറയാൻ പറ്റില്ല. ആൻഡ് ഇവനോ സെയിം, ഇവന് പ്രണയം പറയാൻ പറ്റില്ല. അങ്ങനെ ഇവരിങ്ങനെ കളിച്ച് അവസാനം പിരിഞ്ഞു പോകണം. ഇത് കണ്ട എൻ്റെ കലി, അത് നിങ്ങൾക്ക് സിനിമ കണ്ടാലേ മനസ്സിലാവുള്ളൂ. പക്ഷേ അത് എനിക്ക് പറഞ്ഞറിയിപ്പിക്കാൻ സാധിക്കില്ല. ബിക്കോസ് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ വീഡിയോ ഡിമോണറ്റൈസ്ഡ് ആവും. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പക്ഷേ ഇവർ പിരിഞ്ഞു പോയി. അങ്ങനെ കുറേ കാലത്തിന് ശേഷം ഇവൻ്റെ പണ്ടത്തെ മറ്റേ ട്വിൻസ് ഉണ്ടല്ലോ, ആ ട്വിൻസ് ഒരാളിനെ അവൻ തിരിച്ച് കാണുമ്പോൾ ഇവന് പിന്നെ അവനോടൊപ്പം പ്രണയം തോന്നുന്നുണ്ട് ഗൈസ്. ആ പ്രണയം പറയാൻ വേണ്ടിയിട്ട് അവൾ അമേരിക്കയിലേക്ക് പോകുന്നതിന് മുന്നേ അവൻ അവിടേക്ക് പടച്ചു വിടുകയാണ് ഗൈസ്. പടച്ചു വിടുന്നതിനിടയിൽ കുറേ ഫൈറ്റും ചേസും കോമാളിത്തരമൊക്കെ ഉണ്ട്. പക്ഷെ അവസാനം അവളും പിരിഞ്ഞു പോവാണ് ഗൈസ്. അങ്ങനെ പിരിഞ്ഞു പോയതിന് ശേഷം ഇവൻ ഫുൾ ഡിപ്രഷൻ ആകുമ്പോൾ ഇവൻ്റെ മാമൻ വന്ന് ഇവനൊരു കല്യാണം ആലോചിക്കുകയാണ്. അങ്ങനെ ആ കല്യാണത്തിൽ
അവൻ്റെ പെണ്ണാണ് നമ്മുടെ മാളവിക മോഹനൻ. പാവം കുട്ടി, ഹൃദയപൂർവ്വത്തിലും കല്യാണം മുടങ്ങി, ഇവിടെയും കല്യാണം മുടങ്ങി, ഇനി അടുത്ത കല്യാണം മുടങ്ങി സ്റ്റാർ എന്നുള്ള പേരും കിട്ടുമായിരിക്കും. എന്തൊക്കെയാണെങ്കിലും മാളവിക മോഹനനാണ് ഇവൻ്റെ പെണ്ണ്. അപ്പോൾ ഇവൻ ഒരു ദിവസം ഇങ്ങനെ ഒരു മോളിൽ നിൽക്കുമ്പോൾ വരുന്ന് നമ്മുടെ രണ്ടാമത്തെ പെണ്ണ്, നമ്മുടെ കയാഡു ലോഹർ. അതാണ് കേട്ടോ രണ്ടാമത്തെ പെണ്ണ്. കയാഡു ലോഹർ വന്നിട്ട് പറയുന്നത്, എനിക്കൊരു കാര്യം അറിയോ, എനിക്ക് പണ്ട് തന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷെ അന്ന് എനിക്കത് പറയാൻ പറ്റിയില്ല, പക്ഷെ ഇന്ന് എനിക്ക് പറയണമെന്ന് തോന്നി. അതിൽ നിന്ന് ഞാൻ റിപ്ലൈ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ. എനിക്കൊരു ഭർത്താവ് 2 കുട്ടിയുണ്ട് വീട്ടിൽ നിന്ന്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ശരിയാണ്, ഇത് മറ്റേ വിത്ത് ലവ് എന്ന് അതേ കോപ്പി അടിച്ച് സാധനം എടുത്ത് വെച്ചിരിക്കുക. പക്ഷെ അവിടെ കണ്ടപ്പോൾ വളരെ ഹോൾസം ആൻഡ് അഡോറബിളായി തോന്നിയ ഇവിടെ കണ്ടപ്പോൾ നല്ല ക്ലാസ് കോമഡി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഈ സീനിന് ശേഷം ഈ മച്ചാന് എനിക്ക് മറ്റേവളുടെ അടുത്ത് പോയിട്ട് എൻ്റെ പ്രണയം പറയണം എന്നൊരു ആഗ്രഹം വന്നു. മറ്റേ ട്വിൻസ് ആരാന്ന് ചോദിച്ചാൽ പ്രീതി മുകുന്ദനാണ്. അപ്പോൾ ഈ പ്രീതി മുകുന്ദൻ്റെ കഥാപാത്രത്തിൻ്റെ അടുത്ത് പോയിട്ട് എനിക്ക് എൻ്റെ പ്രണയം പറയണം എന്ന് ആഗ്രഹമുണ്ട് എന്ന് അവൻ പറയും. അങ്ങനെ ഇവൻ US പറക്കുകയാണ്. US പറന്നു പോയിട്ട് ഈ കഴിവേറി മോൻ, എനിക്ക് അങ്ങനെ പറയുമല്ലോ, ഈ കഴിവേറി മോൻ അവിടെ പോയി പ്രീതി മുകുന്ദൻ്റെ അടുത്ത് കാര്യം പറയുന്നതിന് പകരം അവളോടൊപ്പം ഒരാഴ്ച ട്രിപ്പ് അടിച്ച് നടക്കുകയാണ്. ഒരാഴ്ചയിൽ ഇവൻ്റെ കല്യാണം എന്നുള്ള കാര്യം ഞാൻ പിന്നെ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ഇവൻ അവിടെ അവളോടൊപ്പം ഡേറ്റ്സ് പരിപാടികൾക്കൊക്കെ പോയിട്ട് അവസാനം പ്രീതിൻ്റെ കഥാപാത്രം ഇവനോട് പ്രേമമാവുകയാണ് ഗൈസ്. പ്രേമമായിട്ട് ഇവൻ്റെ വീട്ടിലേക്ക് പോയിട്ട് പ്രേമം പറയാമെന്ന് പറയുമ്പോൾ ഇവൾ ഈ കാര്യങ്ങളൊക്കെ അറിയും. പിന്നെ കൊടുക്കാണ്ടിരിക്കുമോ, ചള്ളക്കൊരെണ്ണം കൊടുത്തിട്ട് ഇവൾ അവിടെ നിന്ന് പറന്നു പോവാണ്. ഇവൻ അടുത്ത ദിവസം എൻ്റെ കല്യാണത്തിലേക്കും പോകും. പടം ഇവിടെ തീർന്നു എന്ന് വിചാരിച്ചപ്പോഴാണ് വരുണ് നമ്മുടെ അണ്ണൻ്റെ എൻട്രി. ഇലൂമിനാറ്റി രംഗണ്ണൻ്റെ എൻട്രി ഗൈസ്. രംഗണ്ണൻ നമ്മുടെ പ്രീതി മുകുന്ദൻ്റെ കഥാപാത്രത്തിനെ പിടിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ് ഗൈസ്, കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നിങ്ങൾ ആലോചിക്കുക, എവിടുന്ന് രംഗണ്ണൻ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രംഗണ്ണൻ ബേസിക്കലി അറിയാണ്ട് ഈ സിനിമയിൽ തലയിട്ട് പോയതാണെന്ന് എനിക്ക് ഫീൽ ചെയ്ത്. ബേസിക്കലി ഒരു വഴിപോക്കൻ ക്യാരക്ടറായിട്ട് തന്നെയാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ഇവന്മാർ മറ്റേ US വരുന്ന എയർപ്ലെയിനിലുള്ള ഒരു പാസഞ്ചറാണ് നമ്മുടെ ഫാഫേൻ്റെ അടുത്താണ് ഇവർ കഥ മൊത്തം നരേറ്റ് ചെയ്ത് വിട്ടിരിക്കുന്നത്. പാവം ഫാഫ അറിയാണ്ട് എയർപ്ലെയിനിൽ കയറി പോയതായിരിക്കും. എന്താണെങ്കിലും അണ്ണൻ്റെ എൻട്രി ഉണ്ട്, ഇലുമിനാറ്റി പാട്ടൊക്കെ വെച്ച് മാസ്മരികം. ആൻഡ് കല്യാണം അങ്ങനെ മുടക്കുകയാണ്. പാവം മാളവിക മോഹനൻ അങ്ങോട്ട് 3G ആയിട്ട് വീട്ടിലേക്ക് പോവാണ്. ആൻഡ് ഇവർ രണ്ടുപേരും കൂടി അങ്ങനെ ഒരുമിക്കുകയാണ്. ആൻഡ് ദാറ്റ് ഈസ് ദി എൻഡ് ഓഫ് ദ മൂവി. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. രാജാസാബും പരിമളാങ്കോ എന്ന് പറയുന്ന 2 അപരാധിച്ച പടങ്ങൾ ഈ വർഷം റിലീസായില്ലെങ്കിൽ ഇത് ഈസിലി എൻ്റെ നമ്പർ 1 ആയേനെ. ഫസ്റ്റ് ഹാഫ് പിന്നെ ആവറേജ് എന്നുള്ള ലെവലിൽ എനിക്ക് തോന്നിയെങ്കിൽ സെക്കൻഡ് ഹാഫ് എനിക്ക് ജെനുവൻലി അൺസഹിക്കബിൾ ആയിട്ടുള്ള ഒരു അപരാധമായിട്ടാണ് ഫീൽ ചെയ്തിരിക്കുന്നത്. ഇതിലൊക്കെ പോയിട്ട് ഫാഫ എന്ത് കൊണാപ്പിനാണ് അഭിനയിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഫാഫ വാസ് നൈസ്. അതുപോലെ നാറ്റിയൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, അദ്ദേഹവും നൈസായിരുന്നു. തമനൊക്കെ ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ്. തമൻ്റെ ആദ്യത്തെ സിനിമയാണ് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പക്ഷേ അണ്ണൻ പണി വെച്ചിട്ടുണ്ട്. അണ്ണൻ കുറച്ചും കൂടി അഭിനയം പഠിച്ചിട്ട് പിന്നെ അഭിനയിക്കണമായിരിക്കും നല്ലതെന്ന് എനിക്ക് ഫീൽ ചെയ്തു. തമൻ്റെ മ്യൂസിക് നന്നായിരുന്നു, പക്ഷേ അവിടെയും നെഗറ്റീവ്. പാട്ടുകൾ ഇങ്ങനെ ചവറ് പോലെ ഇട്ടിരിക്കുക. 2.25 മണിക്കൂർ പടത്തിൻ്റെ പകുതി പാട്ടുകൾ മാത്രമാണ്. മനുഷ്യന് കലി വരാൻ തുടങ്ങി ഒരു പോയിന്റ് എത്തിയപ്പോൾ. അതുപോലെ 2.25 മണിക്കൂർ ഡ്യൂറേഷൻ, എൻ്റെ പൊന്നോ, സഹിക്കുന്നതിനൊരു പരിധി ഉണ്ട്. നിങ്ങൾ എന്തിനാണ് ഇമാതിരി കാട്ടവരാധങ്ങളൊക്കെ ഇമാതിരി ലെങ്ത്ത് കൂട്ടി വെക്കുന്നത്? പിന്നെ ടെക്നിക്കലി പടത്തിനെ പറ്റി പ്രത്യേകിച്ചൊന്നും പറയില്ല. ചില സാധനങ്ങളൊക്കെ നൈസായി തോന്നിയപ്പോൾ വരുന്ന കണ്ടിന്യൂറ്റി എറേഴ്സ്, കിടക്കുന്ന ഡബ്ബിങ്. എൻ്റെ പൊന്നു, ഇൻസ്റ്റാഗ്രാം റീൽസിൽ വരെ ഇതിലും ഭേദം ഡബ്ബിങ് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഒരു ക്ലാസ് കാട്ടവരാന്ന് ഞാനങ്ങനെ കണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതിലൊക്കെ എന്തിനാണ് ഫാഫ കൊണ്ടുപോയി തലവെച്ചതെന്ന് എനിക്കിപ്പോഴില്ല. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഈ പടം കാണാൻ പോയത് തന്നെ. നിങ്ങൾക്ക് സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് സെക്ഷനിൽ ഡ്രോപ്പ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ അമർത്താൻ മറക്കരുത്. ആൻഡ് ഐ വിൽ സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.